ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെഡിങ് ആണിത്. ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ എന്നാണ് ഹെഡിങ്. ഇന്ത്യ ഹാഡ് എൻ ഇൻഡിപെൻഡൻറ്റ് ഇക്കോണമി ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ത്യൻ ഇക്കോണമി വളരെ അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ള ഒരു ഇക്കോണമിയാണ്. ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി വേൾഡ് ഫേമസ് ആയിരുന്നു. ഇവിടുന്ന് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് വസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും കടന്നു പോയിട്ടുണ്ട്, കയറ്റുമതി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ വാസ്കോഡി ഗാമ ഇന്ത്യയിലേക്കുള്ള റൂട്ട് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ആഫ്രിക്ക ചുറ്റി അദ്ദേഹം എവിടെ വന്നത്, നമ്മുടെ കോഴിക്കോട് കാപ്പാട് വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ നിന്ന് അതിപുരാതന കാലം മുതൽക്കു തന്നെ യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള കച്ചവടം നടന്നിട്ടുണ്ടായിരുന്നു. ആ കച്ചവടം എങ്ങനെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്? നമ്മുടെ അറബിക്കടലിലൂടെ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങി അറേബ്യൻ നാട്ടിലേക്ക് കൊണ്ടുപോകും. ഈ അറേബ്യൻ നാട്ടിലേക്ക് ഇറ്റാലിയൻ മെർച്ചൻസ് മെഡിറ്ററേനിയൻ സീ കടന്നു വന്നിട്ട് അറബി നാടുകളിൽ നിന്നും ഇന്ത്യൻ വസ്തുക്കൾ വാങ്ങുകയും അവർ യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് ഇന്ത്യൻ വസ്തുക്കൾ വിറ്റഴിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ കച്ചവടം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ അറേബ്യൻ നാടുകൾക്കും തുർക്കി, ഇറ്റലിക്കൊക്കെ ഇടയിലുള്ള തുർക്കി എന്ന് പറഞ്ഞ ഒരു സ്ഥലം, തുർക്കിയിലുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞ സ്ഥലം തുർക്കികൾ പിടിച്ചടക്കും. തുർക്കികൾ പിടിച്ചടക്കിയിട്ട് എന്ത് പറയും? ഇതിലെ എന്ത് പാടില്ല എന്ന് പറയും. കച്ചവടം നടത്തിക്കൊണ്ടുപോവാൻ ഞങ്ങളുടെ രാജ്യത്ത് കൂടെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയും. അപ്പോഴാണ് ഇന്ത്യയിലേക്കുള്ള പുതിയ വഴികൾ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ, നാവികർ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ആഫ്രിക്ക എത്രത്തോളം ഉണ്ടെന്നൊന്നും അന്ന് അറിയില്ല, എത്രയും വലിയൊരു ഭൂഖണ്ഡാണെന്നൊന്നും അവർക്കറിയില്ല. അവർ വിചാരിച്ചത് ഈ ആഫ്രിക്ക എന്ന് പറഞ്ഞ ഒരു ഭൂഖണ്ഡം അത് ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, അത് ചുറ്റി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എവിടേക്ക് എത്തിച്ചേരാമെന്ന്, ഇന്ത്യയിലേക്ക് എത്തിച്ചേരാമെന്ന് വിചാരിച്ചു. മറ്റൊരു വിഭാഗം ആളുകൾ വിചാരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭൂമി ഉരുണ്ടതാണെങ്കിൽ നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പടിഞ്ഞാറോട്ടേക്ക് അങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ, സഞ്ചരിക്കുകയാണെങ്കിൽ കിഴക്കുള്ള ഇന്ത്യയിൽ എത്തിച്ചേരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഒരുപാട് നാവിക സംഘങ്ങൾ ഇങ്ങനെ രണ്ട് ഭാഗത്തു കൂടിയും പോകാൻ തുടങ്ങിയത്. അങ്ങനെ വാസ്കോഡി ഗാമ നമ്മുടെ ആഫ്രിക്ക ചുറ്റി ഇന്ത്യയിലേക്ക് എത്തിച്ചേരും. അതിന് മുൻപ് തന്നെ നമ്മുടെ കൊളംബസ് എന്ത് കണ്ടുപിടിക്കുക? അമേരിക്ക ഭൂഖണ്ഡം. അതുവരെ അങ്ങനെ ഒരു വലിയൊരു ഭൂഖണ്ഡം അവിടെ ഉണ്ടെന്ന് വരെ നമ്മുടെ ഏഷ്യയിലും യൂറോപ്പിലുള്ള ആളുകൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അമേരിക്ക ഭൂഖണ്ഡം കണ്ടുപിടിക്കുകയും പിന്നീട് അമേരിക്കോ വെസ്പൂച്ചി, അപ്പോൾ കൊളംബസ് കണ്ടുപിടിച്ച ആ കാലഘട്ടത്തിൽ അവർ വിചാരിച്ചത് അത് ഇന്ത്യ തന്നെയാണെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീട് അമേരിക്കോ വെസ്പൂച്ചിയാണ് അത് മറ്റൊരു ഭൂഖണ്ഡമാണ്, അമേരിക്കയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂറോപ്പിലും ഏഷ്യയിലുമൊക്കെ ഇന്ത്യൻ വസ്തുക്കൾക്ക് പണ്ട് തന്നെ, ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ, ഇന്ത്യയിൽ നിന്നുള്ള സിൽക്ക്, മസ്ലിൻ തുണിത്തരങ്ങൾ, ഏറ്റവും സോഫ്റ്റായിട്ട് നല്ല നേരിയതായിട്ട് ഉണ്ടാക്കുന്ന തുണിത്തരമാണ് മസ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ വേൾഡ് ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ കരകൗശല വസ്തുക്കൾക്കൊക്കെ ആവശ്യക്കാരൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ പൊതുവെ ഒരു സമ്പന്ന രാജ്യമായിരുന്നു ആര് വരുന്നതിന് മുൻപ്, ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന്, യൂറോപ്യൻസൊക്കെ വരുന്നതിന് മുൻപ്. ദോ അഗ്രികൾച്ചർ വാസ് ദ മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, യെറ്റ് ദ കൺട്രീസ് ഇക്കോണമി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ വേരിയസ് കൈൻഡ്സ് ഓഫ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. കാർഷിക മേഖലയെ തന്നെയായിരുന്നു, കൃഷി തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത വൃത്തിയെങ്കിലും ഇൻഡസ്ട്രിയൽ സെക്ടറും എന്തായിട്ടുണ്ടായിരുന്നു, വളരെയധികം മുന്നോട്ട്
മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു ഈ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസൊക്കെ ഏതിലാണ് വരുന്നത്? ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യ വാസ് പെർട്ടിക്കുലർലി വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈൽസ്, metal and precious stone works, etc. These products enjoyed worldwide market based on the reputation of the fine quality of material used and high standards of craftsmanship seen in all imports from India. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്ത്യ ഏതൊക്കെ മേഖലകളിലായിരുന്നു പ്രസിദ്ധി ആർജിച്ചത്? പിന്നെ കോട്ടൺ, സിൽക്ക്, ടെക്സ്റ്റൈൽ മെറ്റീരിയൽസിൽ, പിന്നെ മെറ്റൽ ആൻഡ് പ്രീഷ്യസ് സ്റ്റോൺ വർക്ക്സിൽ, നമുക്കറിയാം ഗോൾഡ്, സിൽവർ, അതേപോലെ തന്നെ രത്നങ്ങൾ, ഇതിലൊക്കെ ഇത് രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, ഇതൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. ഇന്ത്യൻ വസ്തുക്കൾ വളരെ ഫേമസ് ആയിരുന്നു. ഇത് ലോകത്തിൽ മുഴുവൻ ഇതിന് വൻ വിപണിയായിരുന്നു. അതിനുള്ള കാരണമുണ്ട്, ഭയങ്കര മാർക്കറ്റായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പിന്നെ ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള, ഏറ്റവും നല്ല ഗുണമേന്മയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കരകൗശല വൈദഗ്ധ്യം. അത് പേര് കേട്ടതായിരുന്നു. അത്രയും നല്ല രീതിയിലുള്ള കരകൗശല വസ്തുക്കളൊന്നും വേറെ എവിടെ നിന്നും കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾക്ക് ലോകമെമ്പാടും വൻ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ദ എക്കണോമിക് പോളിസീസ് പെർസ്യൂഡ് ബൈ ദ കൊളോണിയൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ were concerned more with the protection and promotion of the economic interests of their home country than with the development of Indian economy. പക്ഷേ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അവർ ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രി നന്നാക്കണം എന്നല്ല ചിന്തിച്ചത്. അവരുടെ മെയിൻ എയിം എന്തായിരുന്നു? മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? അവരുടെ രാജ്യം നന്നാവുക എന്നതായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക് പോളിസീസാണ് അവർ ഇന്ത്യയിൽ അനുവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പോളിസി, ആ എക്കണോമിക് പോളിസി എന്ത് സംഭവിച്ചു? സച്ച് പോളിസീസ് ട്രാൻസ്ഫോം ദ കൺട്രി ഇൻ ടു സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കൺസ്യൂമർ ഓർ മാർക്കറ്റ് ഓഫ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഫ്രം ബ്രിട്ടൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം. നമ്മുടെ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് എക്കണോമിക് പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്താണ് ലക്ഷ്യങ്ങൾ? ആ പോളിസിയുടെ ലക്ഷ്യങ്ങൾ: നമ്പർ 1, to transform India into a supplier of raw materials needed by Britain. Second, രണ്ടാമത്തെ എന്താണ്? To make India a consumer or market of finished industrial products from Britain. ബ്രിട്ടനിൽ ഉണ്ടാക്കുന്ന വ്യവസായ വസ്തുക്കളുടെ ഒരു മാർക്കറ്റാക്കി മാറ്റുക. പിന്നെ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ഒരു സപ്ലയറാക്കി മാറ്റുക. ഇത് രണ്ടുമായിരുന്നു ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി, ഇന്ത്യയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് എക്കണോമിക് പോളിസിയുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇത് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്, കൊളോണിയൽ ഗവൺമെൻറ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല. 200 വർഷം ഇവിടെ ഭരിച്ചിട്ടുണ്ടെങ്കിലും ആ 200 വർഷം ഇവിടുത്തെ നാഷണൽ ഇൻകം എത്രയാണെന്നോ പെർ ക്യാപിറ്റ ഇൻകം എത്രയാണെന്നോ എന്നും നോക്കാനുള്ള യാതൊരു ശ്രമങ്ങളും ഔദ്യോഗികമായി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ചില ഇൻഡിവിജ്വൽസ് ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അവരുടെ പേരാണ് ഈ പറയുന്ന, ആ പേരുകളും നിങ്ങൾ പഠിക്കണം. അതും ചോദ്യമായിട്ട് വരാറുള്ളതാണ്. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, VKRV റാവ് ആൻഡ് RC ദേശായി. ഒന്നും കൂടി പറയാം: ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, VKRV റാവ് ആൻഡ് RC ദേശായി. ഓക്കെ, റാവോസ് എസ്റ്റിമേറ്റ്സ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് വാസ് കൺസിഡേർഡ് വെരി സിഗ്നിഫിക്കൻറ്റ്. ഇതിൽ ഏതാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്?
റാവുവിൻ്റെ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ആണ് കമ്പാരിറ്റീവ്ലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇതൊക്കെ ഇൻഡിവിജ്വൽ എഫേർട്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള കണക്കുകളും കാര്യങ്ങളും ഇല്ലാതെ ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നായിരുന്നാലും അതിൽ റാവോൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ടാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കോമൺ ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റഡീസ് ഡിഡ് ഫൈൻഡ് ദാറ്റ് കൺട്രീസ് ഗ്രോത്ത് ഓഫ് അഗ്രിഗേറ്റ് റിയൽ ഔട്ട്പുട്ട് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 20th സെഞ്ച്വറിയുടെ ഫസ്റ്റ് ഹാഫ്, അതായത് 1900 തൊട്ട് 1950 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മളുടെ ഇവിടെയുള്ള അഗ്രിഗേറ്റ് റിയൽ ഔട്ട്പുട്ടിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 2% 2% താഴെ മാത്രമാണ് എന്നതാണ് നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യം. വിത്ത് എ മീഗർ 0.5% ഗ്രോത്ത് ഇൻ ദ പെർ ക്യാപിറ്റ ഔട്ട്പുട്ട്. അതുപോലെ പെർ ക്യാപിറ്റ ഔട്ട്പുട്ടിലുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? വെറും 0.5% മാത്രമാണ് ആയിരുന്നു. അതായത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഇവിടെയുള്ള നാഷണൽ ഇൻകം കണക്കാക്കാനൊന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഔദ്യോഗികമായി ശ്രമിച്ചിട്ടില്ല. ചില ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികൾ അത് ശ്രമം നടത്തി. ആ ശ്രമത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഇവിടുത്തെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ഒക്കെ വളരെ കുറഞ്ഞ രീതിയിലാണ് വർദ്ധിച്ചു കൊണ്ടിരുന്നത് എന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സ്ലൈഡിലുള്ളത്. ഇനി നമുക്ക് അടുത്തതിൽ നോക്കാം.